ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ കാര്യത്തിൽ തുടരുന്ന അൺസർട്ടനിറ്റി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ലഭിക്കാതെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈനിങ്ങുകൾ ഒന്നും നടത്തില്ല എന്ന കാര്യം മാർക്കസ് മെർഗുലാവോ കഴിഞ്ഞ ദിവസം അറിയിക്കുകയും ചെയ്തിരുന്നു. സാധാരണ ഈ സമയത്തൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ പുറത്തേക്ക് വരാറുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെയൊന്നും വരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ കാരണം ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സജീവമല്ല എന്നുള്ളതാണ്. എന്നിരുന്നാലും ഒന്ന് രണ്ട് റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഫൂട്ടേജ് എന്ന ഒരു മാധ്യമമാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ISLുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ അവർ പങ്കുവെക്കാറുണ്ട്. ആദ്യം ഈ രണ്ട് റൂമറുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തേത്, നൈജീരിയൻ സ്ട്രൈക്കറായ എസെക്കിയേൽ ഹെൻഡിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 32 വയസ്സുള്ള ഈ താരം ഇസ്രായേൽ ലീഗിലാണ് ഇതുവരെ കളിച്ചുകൊണ്ടിരുന്നത്. ചാമ്പ്യൻസ് ലീഗിലും യൂറോപ്പ ലീഗിലും സൗദി അറേബ്യൻ ലീഗിലുമൊക്കെ കളിച്ച് പരിചയമുള്ള താരമാണ് എസെക്കിയേൽ. ഡേവിഡ് കാറ്റ്ലയ്ക്ക് കീഴിൽ ഇദ്ദേഹം സൈപ്രസ് ലീഗിലും കളിച്ചിട്ടുണ്ട്. ഈ നൈജീരിയൻ സ്ട്രൈക്കറിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് താല്പര്യമുണ്ട് എന്നാണ് ഫൂട്ടേജ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ താരം അത് ക്ലാരൻസ് ഫെർണാണ്ടസ് ആണ്. അതായത് 21 വയസ്സ് മാത്രമുള്ള സെൻറ്റർ ബാക്കാണ് ക്ലാരൻസ് ഫെർണാണ്ടസ്. SC ബംഗളൂരുവിൻ്റെ താരമാണ് ഇദ്ദേഹം. 40 ലക്ഷം രൂപയാണ് ഇദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ. നേരത്തെ ലോൺ അടിസ്ഥാനത്തിൽ ഹൈദരാബാദ് FCക്ക് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിനും ഈ താരത്തെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു റൂമർ നേരത്തെ പുറത്തേക്ക് വന്നിട്ടുള്ള ഒരു റൂമർ കൂടിയാണ്. പക്ഷേ ഇത് കേവലം റൂമർ മാത്രമായിക്കൊണ്ട് നിലകൊള്ളുകയാണ്. കൂടുതൽ ആധികാരികമായ വിവരങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്. ഇതിലെ നിജസ്ഥിതികൾ അറിയേണ്ടതുണ്ട്. ഏതായാലും ഉടൻ തന്നെ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും സൈനിങ്ങുകൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. ISL നടക്കും എന്ന കാര്യത്തിൽ ഉറപ്പ് ലഭിച്ചാൽ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈനിങ്ങുകൾ ഇനി നടത്തുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.